ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ARV വേൾഡിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് സാൻഡ്വിച്ചാണ്. അപ്പോൾ സാൻഡ്വിച്ച് തയ്യാറാക്കാൻ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. അത് നമ്മളിവിടെ കുറച്ച് ക്യാബേജും ക്യാരറ്റും ഉള്ളിയും എടുത്തിട്ടുണ്ട്, ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ അത്യാവശ്യ ഘടകമായ ബ്രെഡ്, പിന്നീട് വേണ്ടത് ചീസാണ്, പിന്നെ നമുക്ക് വേണ്ടത് മയോണൈസ്, പിന്നെ കുറച്ച് ഇറച്ചി അരിഞ്ഞെടുത്തതാണ്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളെല്ലതും ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതെല്ലതും ഇങ്ങനെ കുറച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മളുടെ ഇറച്ചിയും ഒക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം വീണ്ടും. അപ്പോൾ അതാ നമ്മൾ കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല നമ്മളുടെ മസാല എല്ലായിടത്തേക്കും പിടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മയോണൈസ് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി, കാരണം നമുക്ക് നമ്മളുടെ ബ്രെഡിന്മേൽ ഒരു ഭാഗത്ത് തേക്കാനുള്ളത് കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം മയോണൈസ് ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ മയോണൈസൊക്കെ ചേർത്ത് ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് എടുക്കാം. ആദ്യം ഒരു ബ്രെഡ് എടുത്ത് അതിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മയോണൈസ് തേച്ച് വെക്കാം. അങ്ങനെ നമുക്ക് നന്നായിട്ട് ഒരു ഭാഗത്ത് മയോണൈസ് തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ഇട്ട് ഒന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച ചീസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ അതാ ഞാൻ ചീസ് എടുത്തിട്ടുണ്ട്, ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് നിറയെ വെച്ചാൽ നല്ല നന്നാക്കും. നമ്മൾ കുറച്ചിട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതാ ഇനി നമുക്ക് വേറൊരു ബ്രെഡ് എടുത്ത് അതിൻ്റെ പുറത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തക്കാളി സോസ് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമുക്കൊരു ഭാഗം മുഴുവൻ നന്നായി ടൊമാറ്റോ സോസ് തേച്ചതിന് ശേഷം നമുക്കിത് അതിൻ്റെ ഒരു പുറത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ നമ്മൾ നന്നായിട്ട് തക്കാളി സോസ് തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഇത് നമുക്കിതിൻ്റെ പുറത്തേക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ നമ്മളുടെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാതും ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഇത് എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. നമ്മളുടെ ചീസൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ നമ്മളിത് നല്ല ചൂടായൊരു ഫ്രൈ പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് അടിഭാഗം ഒന്ന് റെഡി ആയതിന് ശേഷം നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാതും ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളുടെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അടുത്തുള്ള ബെല്ലൈക്കൺ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസ് ഇനിയും കാണാം. അത് ബൈ.